ഈ ലോകത്തെ മുഴുവൻ നമുക്ക് ശ്രേഷ്ഠതയിലേക്ക് നയിക്കാം, അറിവിലേക്ക് നയിക്കാം, ശാന്തിയിലേക്ക് നയിക്കാം, സമാധാനത്തിലേക്ക് നയിക്കാം, പ്രകാശത്തിലേക്ക് നയിക്കാം. അതാണ് ഭാരതത്തിന്റെ ദൗത്യവും സന്ദേശവും. ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശത്തിൽ രമിക്കുന്നത്, പ്രകാശത്തിൽ രമിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഭാ ധാതുവിന് പ്രകാശം എന്നാണ് അർത്ഥം. ഭാ ദീപ്തൗ എന്നാണ് പാണിനി മഹർഷി ധാതുപാഠത്തിൽ പറഞ്ഞു തരുന്നത്. അപ്പൊ ദീപ്തി, പ്രകാശം, ഏറ്റവും വലിയ പ്രകാശം അറിവിന്റെ പ്രകാശമാണ്. അപ്പൊ അറിവിന്റെ പ്രകാശത്തിൽ ആനന്ദിപ്പിക്കുന്നതാണ് ഭാരതം. ആ നിലയ്ക്ക് ഈ അറിവിനെ, സമഗ്രമായ അറിവിനെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കൂ, അങ്ങനെ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠതയിലേക്ക് നയിക്കൂ എന്ന് വേദം സങ്കല്പിച്ചു, ആഹ്വാനം ചെയ്തു. അതുപോലെ തന്നെ വേദത്തിൽ നമുക്ക് മറ്റൊന്ന് പഠിക്കാം. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ നിന്ന് വിദ്യ പഠിച്ചു പോകട്ടെ എന്നുള്ള സങ്കല്പവും വേദത്തിലുണ്ട്. ആമായന്തു ബ്രഹ്മചാരിണ സ്വാഹ തുടങ്ങിയ മന്ത്രങ്ങൾ പഠിക്കേണ്ടതാണ്. ഏതായാലും നമുക്കറിയാം, ജഗദ്ഗുരു പദവിയിൽ വിരാജിച്ച ഭാരതം ഇടക്കാലത്ത് കുറച്ച് മങ്ങലുണ്ടായി. സ്വയം മഹിമയിൽ നിന്ന് പിറകോട്ട് പോയി. ഒട്ടനവധി അടിമത്തങ്ങളിൽ സ്വയം അമർന്നു. അങ്ങനെ സ്വന്തം മഹിമ വിസ്മൃതമായും പ്രകാശിതമല്ലാതെയും ഇരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ വീണ്ടും കാണുകയാണ്, ലോകം മുഴുവൻ, ഒരു രാജ്യത്തിൽ പോലും ഒഴിവില്ലാതെ ഭാരതീയമായ അറിവുകൾ, ആചരണ വിശേഷങ്ങൾ പ്രചരിക്കുക. ശാന്തിക്ക്, സമാധാനത്തിന് ഭാരതത്തിന്റെ തത്വചിന്തയെയും ആചരണ വിശേഷങ്ങളെയും സ്വീകരിക്കുക മാത്രമേ മാർഗമുള്ളൂ എന്ന തിരിച്ചറിവ് ലോകത്തിനുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടുന്നത്.